പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളുടെ ഓണം ബമ്പർ ലോട്ടറിയുടെ ആരാണ് ആ ഭാഗ്യശാലി എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കേരളത്തിലിപ്പോൾ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ നമ്മളുടെ ആ ഭാഗ്യശാലി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല. കേരളം മുഴുവൻ അദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കേരള സർക്കാരിൻ്റെ ഈ ലോട്ടറിയുടെ ഒരു ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ലോട്ടറിയുടെ കഥ ഇങ്ങനെയാണ്. ലോട്ടറി അച്ചടി, വിതരണം, വിൽപ്പന, സമ്മാന വിതരണം എന്നിവയൊക്കെ മുൻകൈയെടുക്കാൻ ലോട്ടറി ഡയറക്ടറേറ്റ് രൂപീകരിച്ചതും ആദ്യ ടിക്കറ്റ് പുറത്തിറക്കിയതും 1967 കേരള ഭാഗ്യക്കുറി വിൽപ്പന സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ട് 58 വർഷമാകുന്നു. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ആദ്യ ടിക്കറ്റിന്റെ കഥ ഇങ്ങനെയാണ്. രണ്ടാം EMS മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത് 1967. അന്ന് സർക്കാരിന് നികുതിയേതര വരുമാനങ്ങൾ പൊതുവെ കുറവായിരുന്നു. നികുതിയേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ആലോചനയുടെ ഫലമായിരുന്നു സർക്കാർ തലത്തിൽ ഭാഗ്യക്കുറി നടത്തുക എന്ന തീരുമാനം. ആദ്യ ലോട്ടറി ടിക്കറ്റ്, അതിന് പിന്നിലെ കഥയും 58 വർഷം കൊണ്ട് ലോട്ടറി സൃഷ്ടിച്ച സാമ്പത്തിക ചരിത്രവും വളരെ ശ്രദ്ധേയമാണ്. സോഷ്യലിസ്റ്റ് നേതാവും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും പിന്നീട് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും നേതാവായ PK കുഞ്ഞായിരുന്നു രണ്ടാം EMS മന്ത്രിസഭയിലെ ധനമന്ത്രി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെയും ധൈര്യത്തിൻ്റെയും പിൻബലത്തിലാണ് 1967 ആദ്യ ലോട്ടറി സർക്കാർ പുറത്തിറക്കും. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ലോട്ടറി ഇറക്കുന്നത് സംബന്ധിച്ച് വിമർശനങ്ങൾ പലതും ഉയർന്നെങ്കിലും ആ പദ്ധതി നടപ്പാക്കുകയായിരുന്നു. ലോട്ടറി അച്ചടി, വിതരണം, വിൽപ്പന, സമ്മാന വിതരണം എന്നിവയ്ക്ക് മുൻകൈയെടുക്കാൻ ലോട്ടറി ഡയറക്ടറേറ്റ് രൂപീകരിച്ചതും ആദ്യ ടിക്കറ്റ് പുറത്തിറക്കിയതും 1967 1967 സെപ്റ്റംബറിലാണ് കേരളത്തിലെ ലോട്ടറി ഡയറക്ടറേറ്റ് രൂപീകരിച്ചത്. സെപ്റ്റംബർ 1 ഡയറക്ടറേറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അതേ വർഷം തന്നെ കേരള പിറവി ദിനമായ നവംബർ 1 സംസ്ഥാന സർക്കാർ ആദ്യ ഭാഗ്യക്കുറി ടിക്കറ്റ് റിലീസ് ചെയ്തു. ₹1 മുഖവിലയുള്ള 500,000 രൂപ അഥവാ 50,000 രൂപയായിരുന്നു ആദ്യ ഒന്നാം സമ്മാനം. 93 ക്യാഷ് പ്രൈസുകളും കൂടെ ഉണ്ടായിരുന്നു. അത് ആ ടിക്കറ്റിന്റെ മുകളിൽ തന്നെ അച്ചടിച്ചു. ലോട്ടറി പുറത്തിറക്കി 2 മാസങ്ങൾക്ക് ശേഷമാണ് നറുക്കെടുപ്പ് നടന്നത്. 1968 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു കേരള സർക്കാർ പുറത്തിറക്കിയ ആദ്യ ലോട്ടറിയുടെ നറുക്കെടുപ്പ്. ആദ്യ ലോട്ടറിയുടെ മധ്യഭാഗത്ത് ആതുര ശുശ്രൂഷ രംഗവുമായി ബന്ധപ്പെട്ട് സർജറി ടേബിളിലെ ചിത്രവുമായാണ് നൽകിയിരുന്നത്. ലോട്ടറി വിൽപ്പന ഇന്നത്തെ പോലെ നറുക്കെടുപ്പ് ദിനം വരെ ഉണ്ടായിരുന്നില്ല. 16 ദിവസം മുമ്പ് 1968 ജനുവരി 10 ലോട്ടറി വിൽപ്പന അവസാനിപ്പിച്ചു. ക്ലോസിംഗ് ഡേറ്റ് എന്ന് ടിക്കറ്റിൽ അച്ചടിച്ചിരുന്നു. 1968 ജൂലൈ ആയപ്പോൾ ടിക്കറ്റിന്റെ ഭാഗ്യനിരക്ക് കൂട്ടി. 50,000 രൂപ എന്നത് 75,000 രൂപയാക്കി ഉയർന്നു. ലോട്ടറി ഒന്നാം പിറന്നാൾ ദിനമായ 1968 നവംബർ 1 വീണ്ടും സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. സമ്മാനം 1,00,000 1970 ലോട്ടറി ടിക്കറ്റ് എന്നൊരു സിനിമയും ഇറങ്ങി. ₹1 നോട്ട് കൊടുത്താൽ 1,00,000 കൂടെ പോരും എന്ന ഗാനം ഹിറ്റായി. ശ്രീകുമാരൻ തമ്പി രചിച്ച് V ദക്ഷിണാമൂർത്തി സംഗീതം നൽകി അടൂർ ബാസി പാടി അഭിനയിച്ച ഈ പാട്ട് ഏതാണ്ട് 1980കളുടെ അവസാനം വരെ ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രചരണ പാട്ടായിരുന്നു. അന്ന് ആകെ ലഭിച്ച വരുമാനം 20 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ലക്ഷങ്ങളുടെ കണക്കുകൾ കടന്ന് കോടികളുടെ ലാഭം കൊയ്യുന്നതായി മാറിയിരിക്കുന്നു സർക്കാരിൻ്റെ ഈ സ്വപ്ന വിൽപ്പന. കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലത്തിടയിൽ 2 തവണ മാത്രമാണ് ലോട്ടറിയുടെ വിൽപ്പനയും വരുമാനവും കുറഞ്ഞത്. 2020, 2021 2010, 2011 വരുമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയത്. പ്രതിദിന ലോട്ടറി വിൽപ്പന 2019-20 1 കോടിയായി ഉയർന്നു. ഇതിലൂടെ വരുമാനം 2015-16 6,317 കോടിയിൽ നിന്നും 2019-20 എത്തിയപ്പോൾ 9,972 കോടി രൂപയായി വർദ്ധിച്ചു. 2019 ഏപ്രിൽ മുതൽ 2020 ജനുവരി വരെ 8,516 കോടി രൂപയുടെ വിറ്റുവരവുമാണ് സംസ്ഥാന ഭാഗ്യക്കുറിക്കുണ്ടായത്. ഇതിൽ 1,277 കോടി രൂപ ലാഭമാണ്. GST വരുമാനത്തിൽ ഈ കാലയളവിൽ 511 കോടി രൂപയാണ് ലഭിച്ചതെന്ന് നിയമസഭാ രേഖകൾ പറയും. കോവിഡ് വ്യാപനം ശക്തമായതിൽ ലോട്ടറി ടിക്കറ്റിൽ
നേരിയ കുറവ് രേഖപ്പെടുത്തിയ വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2017 മുതൽ 2021 വരെ ലോട്ടറിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിച്ച ലാഭം 5603 കോടി രൂപയാണ്. 2017 മുതൽ 2020 വരെയുള്ള 4 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ പ്രതിവർഷം ശരാശരി 1700 കോടി രൂപ വീതം ലോട്ടറി വിൽപ്പനയിൽ സർക്കാരിന് ലാഭമുണ്ടായതായി കാണാം. എന്നാൽ 2020-21 ലാഭം 472 കോടി രൂപയായി കുറഞ്ഞു. 2020 ജനുവരി മുതൽ കോവിഡ് ഭീതി പടർന്നതും ദേശവ്യാപകമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതും ഇതിന് ഒരു കാരണമാണ്. 2008-2009 ലോട്ടറി ടിക്കറ്റിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ലാഭം 3 അക്കം കടക്കുന്നത്. അന്നു മുതൽ ഇന്നു വരെയുള്ള വർഷങ്ങളിൽ ആകെ ഒരു തവണ മാത്രമാണ് ലാഭം 2 അക്കത്തിലേക്ക് തിരിച്ചുപോയത്. അത് 2010-11 കാലഘട്ടത്തിലാണ്. ലോട്ടറി നിരോധനവുമായി ബന്ധപ്പെട്ട് ചില വിധികളുണ്ടാവും. അതിൻ്റെ എല്ലാ കാരണമായിട്ടാണ് ആ കുറവുകൾ അന്ന് രേഖപ്പെടുത്തിയത്. എന്നാൽ തൊട്ടടുത്ത വർഷം വൻ കുതിച്ചുകയറ്റമാണ് ലോട്ടറി വിൽപ്പനയിലുണ്ടായത്. 92 കോടി രൂപയിൽ നിന്ന് 324 കോടി രൂപയായി ഉയർന്നു. ലോട്ടറി വഴിയുള്ള റവന്യൂ വരുമാനം 1967 വെറും 20 ലക്ഷമായിരുന്നെങ്കിൽ ഇന്നത് കോടികളുടേതാണ്. ഇതൊക്കെയാണ് ലോട്ടറിയുടെ ചില കണക്കുകൾ. എന്നാൽ മലയാളിയുടെ ഭാഗ്യക്കുറി ഇറക്കി മലയാളികൾക്ക് ഭാഗ്യവും സ്വപ്നവും ഭാഗ്യവും ഒക്കെ നൽകാൻ തയ്യാറായി ധനമന്ത്രി PK കുഞ്ഞിന് പക്ഷേ ഭാഗ്യം തുണച്ചു. 1967 രണ്ടാമതും MLA ആയ അദ്ദേഹം രണ്ടാം EMS സർക്കാരിൽ ധനമന്ത്രിയായി. എന്നാൽ കാലാവധി പൂർത്തിയാക്കാനുള്ള ഭാഗ്യം ആ സർക്കാരിനോ ധനമന്ത്രിക്കോ ഉണ്ടായില്ല. 1967 മാർച്ചിൽ ധനമന്ത്രിയായി അധികാരമേറ്റ PK കുഞ്ഞിന് 69 മാർച്ചിൽ രാജിവെക്കേണ്ടി വന്നു. ഇതാണ് കേരള ലോട്ടറിയുടെ ഒരു ചെറിയ ചരിത്രം.